എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരേട്ടയിൽ എങ്ങനെയാണ് കണ്ടീഷണൽ ലോജിക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കണ്ടീഷണൽ ലോജിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റിലെ ടെർണറി ഓപ്പറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ടെർണറി ഓപ്പറേറ്ററിൻ്റെ സിൻടാക്സ്. ഒരു കണ്ടീഷൻ കാണും, അതിനുശേഷം ടെർണറി ഓപ്പറേറ്റർ സിമ്പിൾ കൊടുക്കുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ ട്രൂ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ആകും. കണ്ടീഷൻ ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ ഫോൾസ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ആകും. ഈ കോളൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഞാൻ എക്ലിപ്സ് ഐഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേട്ടെ API ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിൻ്റെ അകത്ത് com.ടെസ്റ്റ് എന്നൊരു പാക്കേജ് ഉണ്ട്. ഈ പാക്കേജിനുള്ളിൽ കണ്ടീഷണൽ ലോജിക് ഡോട്ട് ഫീച്ചർ എന്ന് പറഞ്ഞൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫീച്ചറിന് കൊടുത്തിരിക്കുന്ന പേര്. ഈ ഫീച്ചർ ഫയലിനകത്ത് 8 സെനാരിയോസ് ഉണ്ട്. ഈ 8 സെനാരിയോസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് സെനാരിയോ if else conditional logic with single condition using ternary operator. ഇതാണ് ഫസ്റ്റ് സെനാരിയോ. ഇവിടെ ഒരു സിംഗിൾ കണ്ടീഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് കണ്ടീഷൻ ആയിട്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ആദ്യമേ ഹിറ്റ് ചെയ്യേണ്ട എൻഡ് പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പേലോഡ് പാസ് ചെയ്യുന്നു. അതിനുശേഷം HTTP മെത്തേഡ് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം റെസ്പോൺസ് സ്റ്റാറ്റസ് 201 ആണോ എന്നുള്ളത് അസേർട്ട് ചെയ്ത് നോക്കുന്നു. 8th ലൈനിലാണ് ടെർണറി ഓപ്പറേറ്ററിൻ്റെ യൂസേജ് വരുന്ന. ഇവിടെ റെസ്പോൺസ് സ്റ്റാറ്റസ് എന്നുള്ള ഈ ഒരു സെക്ഷനാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. റെസ്പോൺസ് സ്റ്റാറ്റസിൻ്റെ വാല്യൂ 201 ആണ് എന്നുണ്ടെങ്കിൽ ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ ഡോട്ട് ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ആവും. 201 അല്ല എന്നുണ്ടെങ്കിൽ റെസ്പോൺസ് കീവേഡ്സ് ഡോട്ട് ഫീച്ചർ എന്ന ഫയൽ എക്സിക്യൂട്ട് ആവും. ഇവിടെ ഒരു വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ആ വേരിയബിള് കോൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് അതിനുശേഷം വിളിക്കേണ്ട ഫയൽ നെയിം റീഡ് എന്ന മെത്തേഡ് യൂസ് ചെയ്ത് വിളിച്ചിരിക്കുകയാണ്. അതിനുശേഷം അതൊരു വേരിയബിളായ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കണ്ടീഷണൽ ലോജിക്ക് കരേട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. സെനേരിയസ് 1 പാസ്റ്റ് 1 റിപ്പോർട്ട് ഞാൻ ബ്രൗസർ ഓപ്പൺ ചെയ്യുവാണ്. സെനേരിയോ പാസ്സായിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ 9th ലൈനിൽ ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ എന്നുള്ള ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. ഇതാണ് ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ ഡോട്ട് ഫീച്ചർ ഫയലിൽ ഉള്ള കോഡ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ സെയിം കണ്ടന്റ് ആണ് ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കണ്ടീഷണൽ ലോജിക്ക് കരേട്ടയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതൊരു സിംഗിൾ എക്സാമ്പിളാണ്. ഇതുപോലെ ഡിഫറെൻറ്റ് കേസസ് ഞാൻ ഈ ഫീച്ചർ ഫയലിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെനേരിയോ ഞാൻ @ignore എന്ന ടാഗ് യൂസ് ചെയ്ത് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി ഞാൻ സെക്കൻഡ് സെനേരിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്കൻഡ് സെനേരിയോയുടെ കേസിൽ ഇവിടെ മൾട്ടിപ്പിൾ കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് 4 ലൈൻസ് ഓഫ് കോഡ് ഫസ്റ്റ് സെനേരിയോ ആയിട്ട് സെയിം ആണ്. 16th ലൈൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ റെസ്പോൺസ് സ്റ്റാറ്റസിൻ്റെ വാല്യൂ 201 ആണോ എന്നും അതോടൊപ്പം തന്നെ ആൻഡ് കണ്ടീഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. റെസ്പോൺസ് ഡോട്ട് നെയിം ഈക്വൽ ടു മോർഫിയസ് ആണോ എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ ഡോട്ട് ഫീച്ചർ എന്നുള്ള ഫയൽ എക്സിക്യൂട്ട് ആവും. ഇല്ലെങ്കിൽ റെസ്പോൺസ് കീവേഡ്സ് ഡോട്ട് ഫീച്ചർ എന്നുള്ള ഫയൽ എക്സിക്യൂട്ട് ആവും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ ലൈൻ ഓഫ് കോഡും ഫസ്റ്റ് സെനാരിയോയിലെ കോഡും സെയിം ആണ്. അപ്പോൾ ചേഞ്ച് വരുന്നത് ഇവിടെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ ഡോട്ട് ഫീച്ചർ എന്ന ഫയൽ എക്സിക്യൂട്ട് ആവുള്ളൂ. ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ.
Scenarios 1 past 1 റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം. സെക്കൻഡ് സിനാരിയോ എക്സിക്യൂട്ട് ആയി. ഇത് നോക്കിയാൽ കാണാം ഇവിടെ ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ എന്നുള്ള ആ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ആയി. ഇനി നമുക്ക് തേർഡ് സിനാരിയോയിലേക്ക് പോവാം. @ignore എന്നുള്ളത് ഞാനിവിടെ ആഡ് ചെയ്യുന്നു, ഫയൽ സേവ് ചെയ്യുന്നു. തേർഡ് സിനാരിയോയുടെ കേസിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഉണ്ട്. പക്ഷേ ഒരു കണ്ടീഷനെ ഇൻറ്റൻഷ്യലി ഞാൻ റോങ് ആക്കിയിരിക്കുകയാണ്. ഇവിടെ 25th ലൈനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റെസ്പോൺസ് സ്റ്റാറ്റസിൻ്റെ വാല്യൂ 201 ആണോ എന്നും റെസ്പോൺസ് ഡോട്ട് നെയിമിൻ്റെ വാല്യൂ മോർഫ് ആണോ എന്നുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം ഇവിടെ പേരോട് നമ്മൾ മോർഫീസ് എന്നുള്ള വാല്യൂ ആണ് നെയിം എന്ന കീക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ വാല്യൂ തന്നെയായിരിക്കും റെസ്പോൺസ് വരുന്നത്. പക്ഷേ ഇൻറ്റൻഷ്യലി ഫെയിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ മോർഫീസ് എന്നുള്ള വാല്യൂ മാറ്റി മോർഫ് എന്നാക്കി. അപ്പം അങ്ങനെ വരുമ്പം ഈ കണ്ടീഷൻ ഫെയിൽഡ് ആവും. ഫെയിൽഡ് ആകുമ്പോൾ ഈ പർട്ടിക്കുലർ ഫീച്ചർ ഫയലാണ് എക്സിക്യൂട്ട് ആകേണ്ടത്. അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ആകുന്നത് നമുക്ക് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഈ ഫീച്ചർ ഫയൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. സിനാരിയോസ് 1 past 1 റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഇവിടെ ഇത്തവണ റെസ്പോൺസ് കീവേഡ്സ് എന്നുള്ള ആ ഫീച്ചർ ഫയലാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ റെസ്പോൺസ് കീവേഡ്സ് ഡോട്ട് ഫീച്ചർ എന്നുള്ള ഫോൾസ് കണ്ടീഷൻ എക്സിക്യൂട്ട് ആയി. @ignore എന്നുള്ള ടാഗ് ഞാൻ ഈ സിനാരിയോക്ക് ആഡ് ചെയ്യുവാണ്. ഇവിടെ നിന്ന് ഇത് റിമൂവ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സിനാരിയോയുടെ കേസിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ ആൻഡ് ഓപ്പറേഷന് പകരം ഇവിടെ ഒരു ഓർ കണ്ടീഷൻ വെച്ചാണ് ചെക്കിങ് നടത്തുന്നത്. ഇവിടെ ഇത് നോക്കിയാൽ കാണാം ഇവിടെ ഡബിൾ ആംപർസൻഡ് സിമ്പിളിന് പകരം പൈപ്പ് ഓപ്പറേറ്റർ രണ്ടെണ്ണമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ഓർ കണ്ടീഷനാണ്. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ ഡോട്ട് ഫീച്ചർ എക്സിക്യൂട്ട് ആവും. രണ്ടും ഫോൾസ് ആണെങ്കിൽ മാത്രമായിരിക്കും റെസ്പോൺസ് കീവേഡ്സ് ഡോട്ട് ഫീച്ചർ എന്നുള്ള ഫയൽ എക്സിക്യൂട്ട് ആകുന്നത്. ഇവിടെ ഇൻറ്റൻഷ്യലി ഒരെണ്ണം ഫെയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഓർ കണ്ടീഷൻ ആയതുകൊണ്ട് ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ ഡോട്ട് ഫീച്ചർ എന്ന ഫയലായിരിക്കും എക്സിക്യൂട്ട് ആകാൻ പോകുന്നത്. ഞാൻ ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. Scenarios 1 past 1 റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം. കാണാം ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ ഉള്ള ആ ഫയൽ എക്സിക്യൂട്ട് ആയി. ഇനി നമുക്ക് അടുത്ത സിനാരിയോ നോക്കാം. ഈ സിനാരിയോയിൽ create.call എന്നുള്ള മെത്തഡാണ് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഫീച്ചർ ഫയലിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നതിന് പകരം create.call യൂസ് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീച്ചർ ഫയലിൻ്റെ പേര് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സെക്കൻഡ് വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. കഴിഞ്ഞ ശരിയായി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയല് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത ശേഷം അതിനുശേഷം കോൾ എന്നുള്ള കീവേഡും യൂസ് ചെയ്തു, റീഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് ഈ ഫയൽ നെയിം അതിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്തത്. ഇത്തവണ അങ്ങനെ ഒരു യൂസ് ചെയ്ത് നമ്മളിവിടെ ചെയ്യുന്നില്ല. പകരം create.call എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീച്ചർ ഫയൽ ഡയറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഇത്രയും ഭാഗം സെയിം ആണ് ബാക്കി എല്ലാ സിനാരിയോസും കമ്പയർ ചെയ്യുമ്പോൾ. ചേഞ്ച് വരുന്നത് ഈ 43rd ലൈനിലാണ്. ഇവിടെ ഒരു കണ്ടീഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സിംഗിൾ കണ്ടീഷനോ മൾട്ടിപ്പിൾ കണ്ടീഷനോ മെൻഷൻ ചെയ്യാം. തൽക്കാലം ഇവിടെ ഞാൻ ഒരു സിംഗിൾ കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുത്താലും create.call വെച്ച് കറക്റ്റായിട്ട് വർക്കാവും. അപ്പോൾ ഇവിടെ റെസ്പോൺസ് സ്റ്റാറ്റസിൻ്റെ വാല്യൂ 201 ആണ് എന്നുണ്ടെങ്കിൽ ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ എക്സിക്യൂട്ട് ആവും. അല്ല എന്നുണ്ടെങ്കിൽ റെസ്പോൺസ് കീവേഡ് ഡോട്ട് ഫീച്ചർ എക്സിക്യൂട്ട് ആവും. ഞാൻ
ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. സെനേരിയോസ് 1 പാസ്റ്റ് 1 റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ എക്സിക്യൂട്ട് ആയത്. ഇനി നമുക്ക് അടുത്ത സെനേരിയോ നോക്കാം. റൈറ്റ് ഇഗ്നോർ എന്നുള്ള ടാഗ് ഞാനിവിടെ യൂസ് ചെയ്യുന്നു. അടുത്ത സെനേരിയയിൽ സിംഗിൾ കണ്ടീഷൻ ലോജിക്കാണ് നോക്കുന്നത്. ഇതിൽ ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. ഇത് ലീഫ് ബോഡി നമ്മൾ എംപ്റ്റി ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ 2 കേളി ബ്രേസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഇൻറ്റൻഷനലി ഞാൻ സ്റ്റാറ്റസ് കോഡ് 200 ആണെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുവാണ്. ഈ API ഹിറ്റ് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റാറ്റസ് കോഡ് 201 ആണ്. പക്ഷേ ഞാൻ 200 ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ ഫോൾസ് ആവും. ഫോൾസ് ആകുമ്പോൾ റെസ്പോൺസ് കീവേഡ്സ് ഡോട്ട് ഫീച്ചർ എന്നുള്ള ഫയൽ എക്സിക്യൂട്ട് ആവും. ഞാൻ ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. സെനേരിയോസ് 1 പാസ്റ്റ് 1 റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം. കാണാം ഇവിടെ റെസ്പോൺസ് കീവേഡ്സ് ഡോട്ട് ഫീച്ചർ എന്നുള്ള ഫയൽ എക്സിക്യൂട്ട് ആയി. ഇനി അടുത്ത സെനേരിയോ നോക്കാം. @ ഇഗ്നോർ എന്നുള്ള ടാഗ് ഞാനിവിടെ യൂസ് ചെയ്യുന്നു. ഈ കേസിൽ ഒരു സിംഗിൾ കണ്ടീഷനാണ് ചെക്ക് ചെയ്ത. ഇവിടെ ഡയറക്റ്റായിട്ട് ഈഫ് യൂസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫസ്റ്റ് 4 ലൈൻസ് ബാക്കി സെനേരിയോസുമായിട്ട് സെയിം ആണ്. ഇവിടെ ഈഫ് കണ്ടീഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, എൽസ് പാർട്ട് ഇല്ല. അപ്പോൾ റെസ്പോൺസ് സ്റ്റാറ്റസ് 201 ആണ് എന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ആവും. ഞാൻ ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. സെനേരിയോസ് 1 പാസ്റ്റ് 1 റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം. കാണാം ക്വറി ആൻഡ് പാത്ത് പാരാമീറ്റർ എന്നുള്ളത് എക്സിക്യൂട്ട് ആയി. നമുക്ക് ലാസ്റ്റ് സെനേരിയോ നോക്കാം. @ ഇഗ്നോർ ടാഗ് ഇവിടെ ആഡ് ചെയ്യുന്നു. കൺട്രോൾ-S ഫയൽ സേവ് ആയി. ലാസ്റ്റ് സെനേരിയോയുടെ കേസിൽ JSON റെസ്പോൺസ് ആണ് ചെക്ക് ചെയ്യുന്നത് if else കണ്ടീഷൻ വെച്ച്. ഇവിടെ ഫസ്റ്റ് 3 ലൈൻസ് സെയിം ആണ്. 66th ലൈനിൽ റെസ്പോൺസ് സ്റ്റാറ്റസ് 201 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു JSON റെസ്പോൺസ് ആണ് വരുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു JSON റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും ഡിഫറെൻറ്റ് JSON റെസ്പോൺസ് ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം 67th ലൈനിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ തന്നെയാണോ റെസ്പോൺസ് വരുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാച്ച് കണ്ടീഷൻ യൂസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് വേരിയബിളായ എക്സ്പെക്റ്റഡിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം 67th ലൈനിൽ റെസ്പോൺസും ഈ എക്സ്പെക്റ്റഡിൽ വന്നിരിക്കുന്ന വാല്യൂവും സെയിം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. സെനേരിയോസ് 1 പാസ്റ്റ് 1 റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യുകയാണ്. നമുക്ക് കാണാം എല്ലാം പാസ്സായി. ഇപ്പോൾ ഈ if else കണ്ടീഷൻ ഇങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് കേസസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എഴുതുകയോ അല്ലെങ്കിൽ ജാവ മെത്തേഡ്സ് എഴുതുകയോ അങ്ങനെ if else കണ്ടീഷനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളിൽ സെപ്പറേറ്റ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ജാവ മെത്തേഡ്സ് എഴുതുന്നതായിരിക്കും ബെറ്റർ. അപ്പം കരാട്ടയിൽ if else കണ്ടീഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.